അവിഹിതം ആൺനോട്ടങ്ങളുടെ കഥ പറയുന്ന ഒരു സിനിമയാണിത്. ഇരുട്ടിൽ നിന്ന് ആരംഭിച്ച് വെളിച്ചത്ത് അവസാനിക്കുന്ന മട്ടിൽ തിങ്കളാഴ്ച നിശ്ചയം ഫോർമാറ്റിൽ തന്നെ സെന്ന ഹെഗ്ഡെ സംവിധാനം ചെയ്ത ചിത്രം. രാത്രിയായാൽ രണ്ടെണ്ണം അടിച്ച് എവിടെയെങ്കിലും ഒത്തുകൂടുക എന്ന ആണുങ്ങൾക്ക് മാത്രം സാധ്യമായ പ്രിവിലേജിനെ കാണിച്ചുകൊണ്ടാണ് സിനിമ ആരംഭിക്കുന്നത്. ഇവരുടെ സംഭാഷണങ്ങളിലൂടെയാണ് സെന്ന ഹെഗ്ഡെ സിനിമയുടെ കഥാപരിസരം പ്രേക്ഷകർക്ക് മുന്നിൽ തുറന്നിടുന്നത്. മദ്യപാന സദസ്സ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന പ്രകാശൻ നാട്ടിൽ മുകുന്ദേട്ടൻ എന്ന് വിളിക്കപ്പെടുന്ന മുകുന്ദന്റെ വീട്ടുപരിസരത്ത് നിന്ന് ഇരുട്ടിലൊരു സ്ത്രീയും പുരുഷനും കെട്ടിപ്പിടിക്കുന്നതും ചുംബിക്കുന്നതും കാണുന്നു. കുറച്ചധിക നേരം ആ രംഗം ഒളിഞ്ഞു നിന്ന് കണ്ട് ആസ്വദിക്കുന്ന പ്രകാശൻ പിറ്റേന്ന് ടൈലർ വേണുവിനെയും ഒപ്പം കൂട്ടി അതേ സമയത്ത് അവിടെ എത്തി അയാൾക്കും ആ രംഗം കാണിച്ചു കൊടുക്കുന്നു. നിഴൽ മാത്രം വ്യക്തമാകുന്ന ആ സ്ത്രീ ആരാണ്? ശരീരത്തിന്റെ അളവുകൾ നോക്കി അത് മുകുന്ദന്റെ ഭാര്യ നിർമ്മലയാണെന്ന് ടൈലർ വേണു ഉറപ്പിക്കുന്നിടത്ത് കഥ വഴി മാറുന്നു. പിന്നീട് ആ സ്ത്രീ രൂപം നിർമ്മല തന്നെയാണെന്ന് ഉറപ്പിക്കാനുള്ള നിർമ്മലയുടെ ഭർത്താവ് മുകുന്ദൻ ഉൾപ്പെടെയുള്ള ആണുങ്ങളുടെ പരാക്രമങ്ങളാണ് അവിഹിതം എന്ന സിനിമ. കള്ളപ്പൂച്ചനെ ഞാൻ പിടിക്കുന്നുണ്ട്. കയ്യോടെ പിടിക്കാനാണ് പ്ലാൻ. എല്ലാം കെണി വെച്ച് പിടിക്കണം. നാട്ടുകാരുടെ മുമ്പിൽ വെച്ചിട്ട് പിടിക്കണം. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധത്തിൽ പുരുഷൻ ആഗ്രഹിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്യുന്ന അതേ അവകാശങ്ങൾ സ്ത്രീകൾക്കും ഉണ്ടെന്ന് പറഞ്ഞു വെക്കുന്ന സിനിമ. ആദ്യം പറഞ്ഞതുപോലെ അവിഹിതം എന്ന പേര് പോലെ ആകെ ഒരു ഇരുട്ടിൽ തപ്പലാണ് സിനിമ. മിക്ക ഫ്രെയിമുകളിലും ഇരുട്ടിനെ അങ്ങനെ ഒരു പ്രതീകമായി ഉപയോഗിക്കുന്നതിൽ സംവിധായകൻ വിജയിച്ചിട്ടുമുണ്ട്. ഇരുട്ടിന്റെ മറവിലുള്ള ഈ ആൺനോട്ടത്തെ സിനിമ വിമർശന വിധേയമാക്കുന്നുണ്ട്. ആരുടെ കാഴ്ചപ്പാടിലാണ് കഥ പറയുന്നത് എന്നാണ് ഈ സിനിമയെ രസകരമാക്കുന്നതും പ്രസക്തമാക്കുന്നതും. നിർമ്മലയിലേക്കോ അവളുടെ സ്വകാര്യതയിലേക്കോ അല്ല സംവിധായകൻ ക്യാമറ തിരിക്കുന്നത്. അവളെ വിചാരണ ചെയ്യുകയുമല്ല. അതുകൊണ്ട് തന്നെ സ്ത്രീകളെ അടക്കി നിർത്താൻ ഒരുമ്പെടുന്നവർക്കുള്ള മുഖമടച്ചുള്ള അടിയാവുന്നുണ്ട് അവിഹിതം. അവിഹിതം എന്ന മലയാള വാക്കിന്റെ അർത്ഥം വിലക്കപ്പെട്ടത് എന്നാണ്. ആ സെലക്റ്റീവ് വിലക്ക് നിശിതമായി വിമർശിക്കുകയും തമാശയുടെ മേമ്പൊടി ചേർത്ത് സട്ടിലായി അവതരിപ്പിക്കുകയും ചെയ്യുന്നിടത്ത് അതൊരു ഗംഭീര സിനിമയാകുന്നുണ്ട്. അഭിനേതാക്കളാണ് സിനിമയുടെ ജീവൻ. കാഞ്ഞങ്ങാടിനടുത്തുള്ള ഒരു സ്ഥലത്ത് ആരും അറിയാതെ ക്യാമറ വെച്ചെടുത്തതുപോലെ സ്വാഭാവികമാണ് ഓരോ കഥാപാത്രങ്ങളുടെയും പ്രകടനം. കാസർഗോഡ് നമ്മുടെ മുഖ്യധാരാ വ്യവഹാരങ്ങളിൽ നിന്നെല്ലാം എല്ലാ കാലത്തും മാറ്റി നിർത്തപ്പെട്ടിരുന്നു. സിനിമയിലും ഇത് പ്രകടമായിരുന്നു. പക്ഷെ അതിന് മാറ്റം വന്നത് ഈ അടുത്താണ്. കാസർഗോഡിന്റെ സ്വാഭാവികതകൾ അതിന്റെ സാധാരണത്വത്തിൽ നിന്ന് തന്നെ ചിത്രീകരിക്കപ്പെട്ട സിനിമകൾ ഉണ്ടായി തുടങ്ങിയപ്പോഴാണ് ഉത്തര മലബാറിലെ ഗ്രാമങ്ങളും ഭൂമിശാസ്ത്രവും സാംസ്കാരികതയും ഭാഷയും ജീവിതവും മലയാളികൾ അറിഞ്ഞു തുടങ്ങിയത്. അക്കൂട്ടത്തിലേക്ക് ഇതാ സെന്ന ഹെഗ്ഡെയുടെ തന്നെ മറ്റൊരു ഗംഭീര ശ്രമവും. ശ്രീരാഗ് സജിയുടെ സംഗീതവും പശ്ചാത്തല സംഗീതവുമാണ് എടുത്തു പറയേണ്ട മറ്റൊരു ഘടകം. കഥ രൂപഭംഗിയിൽ നിന്ന് വേർപെട്ടു പോകാതിരിക്കാൻ തിരക്കഥാകൃത്ത് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ തിങ്കളാഴ്ച നിശ്ചയം പോലൊരു സിനിമ എടുത്തൊരു സംവിധായകനിൽ നിന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നതെല്ലാം ഈ അവിഹിതത്തിലുമുണ്ട്.